my topic to you is building with a clean hand. ആമേൻ. നിർമ്മലമുള്ള ഒരു കരം കൊണ്ട് പണിയുക. Whatsoever we build, നാം എന്തു തന്നെ പണിയുവാണെങ്കിലും, it's not how big you build. നാം എത്ര വലിയതായിട്ട് നിർമ്മിക്കുന്നല്ല, It's not about how small you build. എത്ര ചെറിയ കാര്യമാണ് നാം നിർമ്മിച്ചതെന്നല്ല, Whatsoever we build, എന്തു തന്നെയാണെങ്കിലും let our hands be clean. നമ്മുടെ കരങ്ങൾ വെടിപ്പായിരിക്കട്ടെ. Bible study was on the same line. ആമേൻ. ബൈബിൾ സ്റ്റഡി അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. Pastor Danny almost picked my subject. ആമേൻ. ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ വിഷയം അതിന്റെ ഏകദേശം എത്തുവാനിടയായി. As soon as he was talking about that book, I felt like, man, is he taking away? പുസ്തകത്തിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ പറയേണ്ടതും പറയുവോ. So, building with a clean hand. വെടിപ്പുള്ള കരം കൊണ്ട് നിർമ്മിക്കുക. Have you ever noticed, at any moment that you commit to do something, ആമേൻ, നാം എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, you want to start something good. ആമേൻ, എന്തോ പുതിയ കാര്യം ചെയ്യുവാൻ You താല്പര്യമുണ്ട്. commit to do praise ministry. ആമേൻ. ഇവിടെ ആരാധന നയിക്കുവാൻ വേണ്ടി ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നു. You commit to teach Sunday school. ആമേൻ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. You commit to take a fasting. ഒരു ഉപവാസിക്കുവാൻ താല്പര്യപ്പെടുന്നു. You commit to the church that I will serve the church. ഞാൻ സഭയിൽ ശുശ്രൂഷിക്കും എന്ന് തീരുമാനമെടുക്കുമ്പോൾ, After hearing a message, you commit every Sunday, I'm going to be in church. ആമേൻ. നിങ്ങൾ സന്ദേശം കേട്ടതിനു ശേഷം എല്ലാ ഞായറാഴ്ചയും ഞാൻ ആരാധനയ്ക്ക് പോകും. The time you commit, ആ തീരുമാനമെടുക്കുന്ന നിമിഷത്തിൽ, have you seen that suddenly distraction starts? പെട്ടെന്നാണ് നമ്മളെ വ്യതിചരിക്കുന്ന കാര്യങ്ങൾ, ചിന്തകൾ വരുന്നത്. Right? You give a schedule at church, ആമേൻ. സഭയ്ക്ക് വേണ്ടി ഒരു സ്കെഡ്യൂൾ കൊടുക്കും. and suddenly something breaks in your house. ആമേൻ. പെട്ടെന്നായിരിക്കും ഭവനത്തിൽ വേറൊരു സംഭവം നടക്കുന്നത്. Oh man, I cannot come to that. എനിക്കിനി അതിൽ വരാൻ You കഴിയില്ല. commit to any ministry, ഇവിടെ ചെയ്യാൻ ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കും. suddenly you feel like your schedules are completely packed up. പെട്ടെന്ന് സഭയം എല്ലാം പാക്ഡായി തിരക്ക് നിറയും. You don't have the time or ability to do what God has assigned. പിന്നെ ദൈവം നൽകി തന്ന ശുശ്രൂഷ ചെയ്യുവാനുള്ള സമയമോ അതിനുള്ള പ്രാപ്തിയോ നമുക്കില്ലാതെ വരും. Some people will commit themselves for purity. ആമേൻ. വിശുദ്ധിക്ക് വേണ്ടി ചില ആൾക്കാർ അവരെ തന്നെ വേർതിരിക്കും. I want to live a pure life. എനിക്കിനി ഒരു വിശുദ്ധ ജീവിതം ജയിക്കണം. The day you take that decision, ആ ദിവസം തീരുമാനമെടുക്കുന്ന ദിവസം തന്നെ all kind of temptation will come. എല്ലാ പ്രലോഭനങ്ങളും അപ്പോൾ വരും. Every kind of temptation. എല്ലാ തരത്തിലുമുള്ള പ്രലോഭനം വരും. So, I'm not going to do bad things. ആമേൻ. ഞാൻ ഇനി ഒരു മോശപ്പെട്ട കാര്യവും ചെയ്യത്തില്ല. I'm not going to see bad things. ഞാൻ ഇനി മോശപ്പെട്ട കാര്യം I'm കാണാൻ not going പോകുന്നില്ല. to involve in any bad thing. അതിലൊന്നും ഞാൻ നേരിടാൻ പോകുന്നില്ല. Suddenly distractions come. പെട്ടെന്ന് വളരെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരും. This is not coincidence. ഇത് കോയിൻസിഡന്റ് ആയിട്ട് നടക്കുന്നതല്ല. This is spiritual warfare. ഇത് ആത്മീക യുദ്ധമാണ്. So 1 Peter 5:8 says. ആമേൻ. 1 പത്രോസ് 5:8 ഇപ്രകാരം പറയുന്നു. Can we read it all together? നമുക്ക് ഉച്ചത്തിൽ ഉറക്കെ നമുക്ക് വായിക്കാം. Be alert and of Sober mind. Your enemy, the devil, prowls around like a roaring lion looking for someone to devour. Amen. Can we read this in Malayalam? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. So remember, our enemy is not creative. ആമേൻ. നമ്മുടെ ശത്രു വളരെ ക്രിയേറ്റീവ് അല്ല. He is persistent. ആമേൻ. നിരന്തരമായി ചെയ്യുന്ന ഒരു He has ശത്രുവാണ്. no shame in coming again and again. വീണ്ടും വീണ്ടും നമ്മളെ അലട്ടുന്നതിൽ ഒരു ലജ്ജയും തോന്നാത്ത ഒരു ശത്രുവാണ്. നാണം കെട്ട സംഭവമാണ്. He has no shame. ആമേൻ. ഒരു ലജ്ജയുമില്ല, ഒരു നാണവുമില്ല. He will come again and again to battle with you. ആമേൻ. വീണ്ടും 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 നമ്മളോട് യുദ്ധം ചെയ്യുവാനിടയാവും. Church, I want you to just be reminded of this one thing. ആമേൻ. ഈ ഒരു വസ്തുത സഭ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. How many of you know that you are being called to do something? ആമേൻ. നിങ്ങളെ ചില നല്ല കാര്യത്തിന് വേണ്ടി, നല്ല പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചതാണെന്ന് എത്ര How many of പേർക്കറിയാം? you feel you are called by God? ദൈവത്താൽ വിളിക്കപ്പെട്ട ജനമാണെന്ന് എത്ര പേർക്കറിയാം? How many of you have that confidence you are called by the ആ Lord? ഒരു കോൺഫിഡൻസ് എത്ര പേർക്കുണ്ട്? May not be for preaching every time. ആമേൻ. എല്ലാ പ്രാവശ്യവും പ്രസംഗിക്കാനല്ലായിരിക്കും We വിളിക്കുന്നത്. all are called for different things. ആമേൻ. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് There വ്യത്യസ്ത is കാര്യത്തിന് not വേണ്ടിയാണ്. a single person sitting here without a calling. ഒരു വിളിയും ഇല്ലാത്ത ഒരു വ്യക്തി ജീവിതം പോലും ഇവിടെ ഇല്ല. We all are in some kind of building process. ആമേൻ. നാം ഓരോരുത്തരും ഏതോ പണിയുന്ന പ്രവൃത്തിയിലാണ്. We are building from here. ആമേൻ. നാം ഇവിടെ നിന്ന് പണിതും, There are certain people building from there. അവിടെ ഇരുന്നുകൊണ്ട്
മറ്റു പലതും നിങ്ങൾ നിർമ്മിക്കുന്നു. Everybody's engaged in doing something. ആമേൻ. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഓരോരുത്തരും എന്തൊക്കെയോ And I ചെയ്തുകൊണ്ടിരിക്കുന്നു. want to let you know today, അത് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, when you start your building process, നിങ്ങളുടെ നിർമ്മാണത്തിന്റെ ആ പദ്ധതിയിൽ നിങ്ങൾ ആരംഭിക്കുമ്പോൾ enemy will start planning to attack you. തീർച്ചയായിട്ടും നിങ്ങളെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ശത്രു And as തീരുമാനിക്കും. I am processing this message today, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങളോട് I want you to പറയുമ്പോൾ understand this. ആമേൻ, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട വിഷയം, God is going to just open up some pages, ആമേൻ, ചില താളുകൾ ദൈവം തുറക്കുകയാണ്. which God will let you know ദൈവം നിങ്ങളെ അറിയിക്കുക തന്നെ that this ചെയ്യും. is the area that God wants you to be careful of. ആമേൻ. ഈ ഏരിയകളിൽ നിങ്ങൾ വളരെ How ശ്രദ്ധാലുക്കളായിരിക്കണം. many of you would put your hearts together, എത്ര പേര് നിങ്ങളുടെ ഹൃദയം saying that, Lord, will you talk to me today? ദൈവമേ എന്നോട് ഇന്ന് Can സംസാരിക്കണമേ. I get some good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? That say, Lord, talk to me today. ദൈവമേ എന്നോട് ഇന്ന് We all സംസാരിക്കണമേ. are building something. നാം ഇന്ന് എന്തൊക്കെയോ There are some നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. new parents over here. ഇവിടെ ആയിരിക്കുന്ന പുതിയ മാതാപിതാക്കളുണ്ട്. New father, new mother. പുതിയ പിതാവും പുതിയ മാതാവും, New grandfather, new grandmother. പുതിയ വല്യപ്പനും New വല്യമ്മച്ചിയും, husband, new wife. പുതിയ ഭാര്യയും ഭർത്താവും, Some of the new father-in-law and new mother-in-law. പുതിയ മായ്പമാരും മായ്മമാരുമുണ്ട്. Look, somewhere we all are building something, right? എവിടെയോ നാം എന്തൊക്കെയോ Some of നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. us are building our house. നമ്മുടെ ഭവനത്തെ നാം Some of us are നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. building our family. നമ്മുടെ കുടുംബജീവിതത്തെ നാം Some of you പണിതെടുക്കുകയാണ്. are building your children. നമ്മുടെ കുഞ്ഞുങ്ങളെ പണിതെടുക്കുകയാണ്. Hey, we all are engaged in building the church. ആമേൻ. നമ്മൾ ഒരുമിച്ച് സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. We all are engaged. നാം ഓരോരുത്തരും അതിൽ I പ്രയത്നിക്കുന്നു. want you to know, പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, whether it's your family, നിങ്ങളുടെ കുടുംബമാണെങ്കിലും whether it's your relationship, ബന്ധങ്ങളാണെങ്കിലും whether it's your kids, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ whether വിഷയമാണെങ്കിലും it's your new family, അത് പുതിയ കുടുംബമാണെങ്കിലും whether it's church, അത് സഭയാണെങ്കിലും whether it's job, അത് നിങ്ങളുടെ ജോലിയാണെങ്കിലും you are called by God to build something. ആമേൻ. നിങ്ങളെ ദൈവമാണ് വിളിച്ചത് അത് നിർമ്മിച്ചെടുക്കുവാൻ. Enemy doesn't like that. അത് കാണുമ്പോൾ ശത്രുവിന് ഇഷ്ടമല്ല. He has set a war against you. നിങ്ങൾക്കെതിരായ ഒരു യുദ്ധം തന്നെ I want to പ്രഖ്യാപിച്ചിരിക്കുകയാണ്. let you know നിങ്ങൾ ഒരു കാര്യം that മനസ്സിലാക്കണം, his war scheme of his war is different. ആമേൻ, തന്റെ യുദ്ധത്തിന്റെ പ്രക്രിയ വ്യത്യസ്തമാണ്. And from the book of Nehemiah, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ I want to bring that up. ആമേൻ, ആ കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ From the ആഗ്രഹിക്കുന്നു. book of Nehemiah, നെഹമ്യാ പുസ്തകത്തിൽ I നിന്നും want to derive a definition. ആമേൻ, അതിൽ നിന്ന് ഒരു ഡെഫിനിഷൻ നിങ്ങളോട് പറയട്ടെ. And from that definition, I will establish a theory for all of us based on Old Testament and New Testament to explore what are the schemes of devil today to attack you. ആമേൻ. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഉള്ള ചിന്തകൾ ഒരുമിച്ച് യോജിച്ച് അന്നും ഇന്നും പിശാച് നമ്മുടെ മുമ്പിൽ വെക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. You know, Nehemiah chapter 6 is a great example of building something. ആമേൻ. ഒരു വസ്തുത പണിതെടുക്കുന്നതിന്റെ നല്ലൊരു അധ്യായമാണ് നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം. Since you all know the story, I will just get short to that. ആമേൻ. നിങ്ങൾക്ക് ആ കഥ നന്നായി അറിയാതുകൊണ്ട് വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. Jerusalem temple was destroyed യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. and all of its walls were destroyed. അതിന്റെ ചുമരുകളെല്ലാം നശിക്കപ്പെട്ടു. But somehow the repair was started. ആമേൻ. അതിന്റെ വീണ്ടുമുള്ള പുനഃപണി അത് ആരംഭിച്ചു. Nehemiah, a man, was very far from this temple. ഈ ദേവാലയത്തിൽ ഒരുപാട് ദൂരെ ആയിരുന്നു നെഹമ്യാവ്. Nehemiah was in a captivity too. ആമേൻ. ഇതാ പ്രവാസത്തിലായിരിക്കുകയായിരുന്നു നെഹമ്യാവ്. In captivity, he heard about the walls of Jerusalem has been broken. ആമേൻ. പ്രവാസത്തിലിരിക്കുമ്പോൾ ഇതാ യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് താൻ അറിയുവാനിടയായി. God gave him a very different burden. ആമേൻ. ഒരു വ്യത്യസ്തമായ ഒരു ഭാരം തന്റെ ഉള്ളിൽ കൊടുക്കുവാനിടയായി. A very unusual burden. ഒരു അസാധാരണമായ ഒരു ഭാരം. Burden of go and build. ആമേൻ. ആ ഭാരം എന്താണെന്ന് വെച്ചാൽ പോയി ആ മതിലുകൾ A പണിയുക. burden came to his heart. I cannot sit like this. ആമേൻ. എനിക്ക് ഇങ്ങനെ ഇരിക്കുവാൻ കഴിയുകയില്ല. A burden came. This is not my life. ഇതല്ല എന്റെ ജീവിതം. He got a burden. This is not for what God has called ആമേൻ. him. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയല്ല എന്നൊരു ഭാരം I വരുവാനിടയായി. want to let you all know. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറയട്ടെ, Whenever you are hit by a burden, ആമേൻ, ഇപ്രകാരം ഒരു ഭാരം നിങ്ങൾക്ക് നേരെ വരുമ്പോൾ this is not my life. ഇതല്ല എന്റെ ജീവിതം, This is not my calling. ഇതല്ല എന്റെ വിളി, I cannot sit like this. എനിക്ക് ഇങ്ങനെ ഇരിക്കുവാൻ I need കഴിയുകയില്ല, to do something. എനിക്ക് എന്തൊക്കെയോ ചെയ്തെടുക്കുവാനുണ്ട്. Do not ignore that burden. ആമേൻ. ആ ഭാരങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത്. Please do not ignore that അങ്ങനെ burden. ഒരു ഭാരം ദൈവം തരുമ്പോൾ അതിനെ God തിരസ്കരിക്കരുത്. doesn't want you to be quiet. ആമേൻ. ദൈവം നിങ്ങൾ മൗനമായിരിക്കുവാൻ When you ആഗ്രഹിക്കുന്നില്ല. see attack after attack in your family, നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി when you വെല്ലുവിളികൾ see വരുമ്പോൾ, attack after attack in your church, നിങ്ങളുടെ സഭയ്ക്ക് നേരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി when you വെല്ലുവിളികൾ see വരുമ്പോൾ, attack over your relationship, നിങ്ങളുടെ ബന്ധത്തിന്റെ മീതെ ആ വെല്ലുവിളികൾ വരുമ്പോൾ,
suddenly you get a burden. ആമേൻ, പെട്ടെന്നൊരു ഭാരം വരും. I need to pray. ഞാൻ പ്രാർത്ഥിക്കണം. I need to fast. ഞാൻ ഉപവസിക്കണം. I want to let you know, my brothers and sisters, ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് this ചോദിച്ചോട്ടെ. is Holy Spirit. ഇത് പരിശുദ്ധാത്മാവാണ്. This is Holy ഇത് Spirit. പരിശുദ്ധാത്മാവാണ്. Do not ignore the word of God. ആമേൻ, ദൈവവചനത്തെ നിങ്ങൾ ലഘുവായി എടുക്കരുത്. The word of God is coming to you. ദൈവവചനം നിങ്ങളോട് Sometimes you cannot sleep at night. ചിലപ്പോൾ രാത്രി ഉറങ്ങുവാൻ കഴിയുകയില്ല. God is giving you a vision. ദൈവം ദർശനം തരുന്നു. God is giving you something, intuition. ആമേൻ, നിങ്ങളോട് ചില ചിന്തകൾ തരുന്നു. You say it intuition. ആമേൻ, നിങ്ങൾ അതിനെ ഇൻട്യൂഷൻ എന്ന് You വിളിക്കും. may say anything else. അതിന് വേറെ എന്ത് വേണമെങ്കിലും But I വിളിക്കാം. want to tell you, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു when പറയട്ടെ. something is hitting you, ആമേൻ, നിങ്ങളുടെ നേരെ എന്ത് വന്നാലും God is telling you, ദൈവം നിങ്ങളോട് പറയുകയാണ്, I want to do a work. എനിക്കൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. I have seen you for that. ആമേൻ, ആ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ And ഞാൻ I ക്ഷണിക്കുന്നു. will carry over it. ആമേൻ, അത് നിങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ And I എടുക്കും. will give you victory. അതിൽ ജയവും ഞാൻ തരും. Friends, families and friends. ആമേൻ, ഇവിടെ ആയിരിക്കുന്ന Do കുടുംബങ്ങളെ not സുഹൃത്തുക്കളെ, ignore when God calls you. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ അത് തിരസ്കരിക്കരുത്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because that work God wants you to do. കാരണം ആ പ്രവൃത്തി നിങ്ങളെ കൊണ്ടാണ് ദൈവം ചെയ്യുവാൻ അത് വേറെ ആഗ്രഹിക്കുന്നത്. ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ല It is not ഉദ്ദേശിക്കുന്നത്. something that God desires to do through ഇന്ന് somebody else. പകൽക്കാലം ചിലരോട് ദൈവാത്മാ തട്ടി ഉണർത്തി പറയുക. Amen. Even this morning, God is patting on someone and saying, hey, ഉറങ്ങി കിടക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു. to people who are in slumber, God is നിന്റെ saying, ഉറക്കത്തിൽ ഞാൻ നിന്നോട് സംസാരിക്കാറുണ്ട്. hey, I'm going to speak to ഞാൻ you. നിന്നോട് Even in your sleep. പറയാറുണ്ട്. I used to speak to you. ചിലരോട് കുത്തി ദൈവാത്മാ സംസാരിക്കുന്നുണ്ട്. I mean, God is bringing certain people and saying, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. how many times have I told പക്ഷെ us? നീ ആ ഉറക്കത്തിൽ തന്നെ കിടന്നിട്ട് But you're still in your നീ slumber. ഒരു സ്റ്റെപ്പ് പോലും എടുക്കാത്തത് കൊണ്ട് Since you have not made even one step, നിന്റെ ജീവിതത്തിൽ ആ വിടുതൽ ഇതുവരെ കാണാൻ you പറ്റിയിട്ടില്ല. have not seen the blessing in your life till ഇന്ന് now. പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുന്ന ചില ജീവിതങ്ങൾ അക്കരങ്ങൾ ഉയർത്തി അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ This പറ്റുമോ? morning, if you can respond to the word and voice that the Lord is bringing to you, can you just lift up your voice and your hands and ആര് praise എന്തു God? ചെയ്യുന്നു ഇതുമായിട്ട് ഒരു ബന്ധമില്ല. No matter what others do, it doesn't matter. മറ്റേ ആൾക്കാർ എന്തു ചെയ്യുന്നു അത് ഒരു ബന്ധവും ഇല്ല. What others are doing, it doesn't നീ matter to you. ചെയ്യേണ്ട കാര്യം നീ ചെയ്താലേ നിന്നോടൊപ്പം ദൈവം നിന്ന് ചില വിഷയത്തിന് മാറ്റം തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഈ സഭയോട് എനിക്ക് ദൂത് പറയാനുണ്ട്. Amen. To the church, I want to proclaim like this: what the Lord desires to do through you, if you're willing to do it, God would give you the നിന്നെ result. വിളിച്ചത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. Amen. God called you in order to accomplish it നിന്റെ through പണി you. വേറൊരാൾ ചെയ്യത്തില്ല. Nobody else will do your work. നിന്റെ ഭവനത്തിലെ വിടുതൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ സമർപ്പണവും നിന്റെ പണിയും കൊണ്ടേ നടക്കത്തുള്ളൂ. Amen. The blessings and the deliverance for your home will come only through your prayer and your ഞങ്ങൾക്ക് service. ഇടിവിൽ നിൽക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. Amen. There is a limit where we can intercede for you. ഞങ്ങൾക്ക് ഇതിനപ്പുറം ചെയ്യാൻ പറ്റത്തില്ല. We cannot do anything beyond പക്ഷേ that. അവനവനോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഈ നാളുകളിൽ ഉണർന്ന് പണിയാൻ തുടങ്ങിയാൽ കുടുംബത്തിലെ ചില ബന്ധനങ്ങളെ അറുത്ത് മുറിച്ച് മാറ്റിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ നമ്മുടെ വിഷയമായിക്കോട്ടെ എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. And this morning the Holy Spirit wants to say, if you're willing to do what God has called you, you would see forth in your life what He wants to build through you. No, there is no exchange thing here. Amen. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. I cannot be an alternative for Pastor Danny. അമ്മേ, പാസ്റ്റർ ഡാനിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് എനിക്ക് പറ്റത്തില്ല. Nobody else can be an alternative for you. അമ്മേൻ, ഇവിടെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിൽക്കുവാൻ ആർക്കും കഴിയില്ല. Every young and old. അമ്മേൻ, ഇവിടെ ഇരിക്കുന്ന സകലരുമേ, We are called for a reason. അമ്മേൻ, വിളിച്ചതിന് ഒരു We ഉദ്ദേശമുണ്ട്. are here for a ഇവിടെ reason. ആയിരിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. We are sitting here for a ഇവിടെ reason. ഇരിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. You are hearing today for a reason. ഇത് നിങ്ങൾ ഇത് കേൾക്കുന്നതിൽ ഒരു Can ഉദ്ദേശമുണ്ട്. I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Nehemiah chapter 6 and verse 2 says, "Come, let us meet." ആമേൻ. Verse 2. പുസ്തകം 6:3 പറഞ്ഞു. No, verse 2 says, രണ്ടാമ- "Come, let us meet together." This and the important thing is, ആമേൻ, ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, go back to that one. By this time, ആമേൻ, ഈ സമയത്തിനുള്ളിൽ Nehemiah actually he built the wall. ആമേൻ, നെഹെമ്യാവ് ഏകദേശം ഈ പണിയൊക്കെ പൂർത്തീകരിച്ചു. Everyone is building. ആമേൻ, ഓരോരുത്തരും Pastor പണിതുകൊണ്ടിരിക്കുകയാണ്. Danny told a little bit of that. ആമേൻ, അതിനെക്കുറിച്ച് അല്പം പാസ്റ്റർ ഡാനി പറഞ്ഞു. We all are building. നമ്മൾ ഓരോരുത്തരും Now പണിതുകൊണ്ടിരിക്കുകയാണ്. in church also, സഭയ്ക്കകത്തും we are building. നാം പണിതുകൊണ്ടിരിക്കുകയാണ്. We are building on word. ആമേൻ, വചനത്തിന് മീതെ നാം പണിതു വരുന്നു. These young people come over here, they build on praises, ആമേൻ, ഈ യുവനക്കാരെ ഇവിടെ വന്ന് നമ്മളെ ആരാധനയിൽ our പണിതൊഴിക്കുന്നു. dear usherings.
They are there to build how to welcome people with a smile, even though there may be so many things, stuff that they are going through, but they are welcoming. ആമേൻ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങളുണ്ടെങ്കിലും പുഞ്ചിരിയോടുകൂടെ നമ്മുടെ അഷേഴ്സ് മറ്റുള്ളവരെ വെൽക്കം Our ചെയ്യുന്നു. audio team is working so hard so that this thing can be so clear to you. ആമേൻ. നമ്മുടെ ഓഡിയോക്കാര് അവരും പ്രയത്നിക്കുന്നു, കാരണം ഇത് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കുവാൻ വേണ്ടി. Lyrics team is working hard to bring everything here together. ആമേൻ. മറ്റൊരു ടീം, ലിറിക്സ് ടീം, ഇത് കാണിക്കുന്നതിൽ അവർ പ്രയത്നിക്കുന്നു. There is a team behind the scene whom you don't see, who set the stage. ആമേൻ. ഈ സ്റ്റേജ് ഒക്കെ ക്രമീകരിക്കുന്നത് മറ്റൊരു ടീമുണ്ട്. There is another person building outdoor. ആമേൻ. വെളിയിൽ പ്രയത്നിക്കുന്ന മറ്റൊരു ടീമുണ്ട്. There is a team that builds up of keeping the facility clean. ആമേൻ. ഈ ഫെസിലിറ്റി വൃത്തിയോടെ സൂക്ഷിക്കുന്ന മറ്റൊരു ടീമുണ്ട്. There is a team who takes care of the finance. ആമേൻ. ഇവിടുത്തെ ഫൈനാൻസ് സൂക്ഷിക്കുന്ന വേറൊരു ടീമുണ്ട്. There is a team taking care of all the kids. ആമേൻ. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വേറൊരു There is ടീമുണ്ട്. another team taking care of all the youths. ആമേൻ. ഇവിടുത്തെ യൗവനക്കാരെ സൂക്ഷിക്കുന്ന മറ്റൊരു ടീമുണ്ട്. There is another team building up young adults. ആമേൻ. യങ് അഡൾട്ട്സിന് വേണ്ടി വേറൊരു ടീം. There is a team building up our seniors. നമ്മുടെ മുതിർന്നവർക്ക് വേണ്ടി വേറൊരു ടീം. Remember, we all are in building. ആമേൻ. നാം ഓരോരുത്തരും പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. One or other way, we all are ഒരു involved. രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. And I want to let you know, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. God has assigned this. ആമേൻ. ദൈവമാണ് അത് നമ്മളെ അസൈൻ Nehemiah ചെയ്തിരിക്കുന്നത്. said, I am not the one who will build everything. ആമേൻ. നെഹെമ്യാവ് പറഞ്ഞു, ഞാനല്ല ഇത് മൊത്തം പണിയാൻ പോകുന്നത്. Everyone rise up. ആമേൻ. ഓരോരുത്തരും അവരെഴുന്നേൽക്കണം. Build your own boundaries. ആമേൻ. നിങ്ങളുടെ ഓരോരുത്തരെയും അതിരുകൾ Build നിങ്ങൾ your own പണിയണം. walls. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ തന്നെ And when they പണിയണം. started working, അവർ ഒരുമിച്ച് ചേർന്ന് oh, തുടങ്ങിയപ്പോൾ the wall was good. ആമേൻ. മതില് വളരെ It ഭംഗിയുണ്ട്. looked so good. വളരെ മനോഹരമാണ്. Everything was up to date. ആമേൻ. എല്ലാം അപ് ടു ഡേറ്റ് ആണ്. It was now time when the walls were done. They just need to do the last thing, and last thing is to hook the door. ആമേൻ. ഈ മതിൽ പണിതതിനു ശേഷം അവസാനത്തെ വസ്തുതയാണ് അതിനൊരു വാതിൽ ഘടിപ്പിക്കുവാൻ. That's the only thing left. അതും ഇവിടെ ഇനിയുള്ളൂ. Enemy tried his level best. ആമേൻ. ശത്രു പരമാവധി ശ്രമിച്ചു. And I will tell you 3 schemes that enemy did. ആമേൻ. ശത്രു ചെയ്ത 3 തന്ത്രങ്ങൾ അവിടെ ഞാൻ പറഞ്ഞു You തരാം. know, one of the good things with Nehemiah 6:3 is, ആമേൻ. ഈ നെഹെമ്യാവിന്റെ പുസ്തകം 6:3 ഒരു നല്ല വസ്തുത. I am carrying out a great project and cannot go down. Come on, can somebody say, I am carrying on a great project and cannot go down. Why should the work stop while I leave it and go down to you? From there we will build it up. ആമേൻ. അവിടെ നിന്ന് ആ വാക്യത്തിൽ നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. Now everybody listen this very carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. Distraction doesn't come like lion. ആമേൻ. നമ്മുടെ അശ്രദ്ധകൾ ഒരു വലിയ സിംഹം പോലെയല്ല വരുന്നത്. It is trying to change your focus. ആമേൻ. നമ്മുടെ ദൃഷ്ടി മാറ്റിക്കളയുവാണ്. Holiness protect focus. ആമേൻ. നമ്മുടെ വിശുദ്ധി നമ്മുടെ ആ ദർശനത്തെ സംരക്ഷിക്കുവാൻ. Listen this carefully. ശ്രദ്ധിച്ച് കേൾക്കണേ. Holiness protects your focus. നമ്മുടെ ദൃഷ്ടിയെ അത് സംരക്ഷിക്കുന്നതാണ് വിശുദ്ധി. Focus protects your calling. നമ്മുടെ ദൃഷ്ടി അത് നമ്മുടെ വിളിയെ സംരക്ഷിക്കുവാനിടയാകും. And calling protects your destiny. നമ്മുടെ വിളി അത് നമ്മുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കുവാനിടയാകും. Did you get that? മനസ്സിലായോ? Did you get that? മനസ്സിലായോ? Okay, let me say one more time. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. Holiness വിശുദ്ധി protects your focus. നമ്മുടെ ദൃഷ്ടിയെ അത് സംരക്ഷിക്കുവാനിടയാകും. Focus protects your calling. നമ്മുടെ ദൃഷ്ടി അത് നമ്മുടെ വിളിയെ സംരക്ഷിക്കുവാനിടയാകും. Calling protects your destiny. ആമേൻ. നമ്മുടെ ആ വിളി അത് നമ്മുടെ നിത്യതയെ സംരക്ഷിക്കും. So as we all are in building process, നാം ഓരോരുത്തരും ഈ പണിയിൽ ഏർപ്പെടുമ്പോൾ 3 important things. 3 പ്രാധാന്യമുള്ള കാര്യം. Number 1. ഒന്നാമത്തെ Point number 1 is say no to all distractions. എല്ലാ ശ്രദ്ധയോടും നമുക്ക് Distractions. എല്ലാ ഡിസ്ട്രാക്ഷനും ശ്രദ്ധയോടും നമുക്ക് നോ പറയാം. The very first thing that when you start building up, നിങ്ങൾ പണിത് തുടങ്ങുമ്പോൾ ആദ്യത്തെ you വസ്തുത start anything. എന്ത് വേണമെങ്കിലും ആരംഭിച്ചോട്ടെ. You start anything in church or at home. ആമേൻ. നിങ്ങൾ ഭവനത്തിലായിക്കൊള്ളട്ടെ സഭയിലായിക്കൊള്ളട്ടെ. The very first thing, ഒന്നാമത്തെ വസ്തുത distraction. അത് നമ്മളെ അശ്രദ്ധരാക്കും. Hello? ആമേൻ. Distraction. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുവാനിടയാകും. Just think about how many of you are getting distracted right now. കേൾക്കുമ്പോൾ തന്നെ എത്ര പേര് ഡിസ്ട്രാക്റ്റഡ് ആണ്. See, mobiles.
See the chats going on. ഇവിടെ നടക്കുന്ന മൊബൈൽ Amazon shopping is going on. ആമസോണിൽ പലതും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. Many things are going on. Now it's not Amazon. Now it's TikTok shopping, right? Yeah. So many things are going on, right? പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Now listen. ശ്രദ്ധിക്കണേ. When enemy knows the best way is not to punch you on your face. ആമേൻ. ശത്രുവിനറിയാം നേർക്ക് നേരെ വന്ന് മുഖത്തിടിക്കുന്നതല്ല അതിന്റെ രീതി. The important thing just get him distracted. ആമേൻ. ഏറ്റവും വെളുപ്പം ആ വ്യക്തിയെ ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങളുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ മതി. Amen. There is a small distraction is enough so that this message won't be So passed on to you. Nehemiah chapter 6 verse 1 and 2. Amen. നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യം. Few leaders came to Nehemiah. അല്പം നേതൃത്വത്തിലുള്ള ചിലവർ വന്നു. The wall is done. ദാ മതിൽ പണിതു കഴിഞ്ഞു. Everything is good. എല്ലാം ഓക്കെയാണ്. And leaders came, and the important people are Sanballat and Geshem. ആമേൻ. സൻബലത്തും ഗഷേം എന്ന് പറയുന്നവർ വന്നു. Tobiah also is there, but this time these two guys came. ആമേൻ. ഈ പ്രാവശ്യം ഇവർ രണ്ടുപേരുമാണ് വന്നത്. ഇവർ ഭയങ്കര believer ആ ചർച്ചിലെ. Amen. They are great believers of the church. Great believers of church. Amen. They are great believers in the church. They felt like, Pastor, we are with you. ആമേൻ. പാസ്റ്ററെ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. Let's build. നമുക്ക് ഒരുമിച്ച് പണിയാം. ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര കൂടെ നിൽക്കും. They stand in the front with all these encouragement. പുറകെ ഇരുന്ന് ഭയങ്കര പണിയായിരിക്കും. Behind they would do great things. ഭയങ്കര പണിയാ. They came to Nehemiah. അവർ നെഹെമ്യാവിന്റെ അടുത്ത് വന്നു. Nehemiah, നെഹെമ്യാവേ, come, let us meet together in one of the village on the plain of Ono. ആമേ. ഓനോം എന്ന് പറയുന്ന ആ താഴ്വരയിൽ നമുക്ക് പോയി ഒരുമിച്ചൊന്ന് കൂടാം. മലയാളത്തിൽ എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ശത്രുക്കൾ സൻബല്ലത്തും ഗോശമും എന്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. അത് നല്ല വേർഡല്ലേ, യോഗം കൂടാന്ന് പറഞ്ഞു, മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞു. It's a good word that we'll have a meeting. We know how to spiritualize the issues. ആമേൻ. വിഷയങ്ങളെ ആത്മീയവൽക്കരണം ചെയ്യാൻ നമുക്ക് നന്നായി അറിയാം. പിന്നെ നമ്മളെക്കാൾ വിദഗ്ധന്മാർ വേറെ ആരല്ലോ. There is no one that is much able to know. Pastor Nehemiah, let's meet on the other in a different village. ആമേൻ. ഇപ്പോൾ ഈ പട്ടണത്തിൽ നമുക്ക് ഈ ഗ്രാമത്തിൽ പോയി നമുക്ക് ഒരു യോഗം കൂടാം. Here everybody knows about God. ആമേൻ. ഇവിടെ എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിയാം. And next village പോവാ. Let's go to the next village. Now think about this. ചിന്തിക്കുക. Sanballat and Geshem are enemy of Nehemiah. ആമേൻ. നെഹെമ്യാവിന്റെ ശത്രുക്കളാണ് ഈ രണ്ടുപേര്, സൻബലത്തും ഗഷേമും. But they are in the team. പക്ഷേ അവരും ഈ കൂട്ടത്തിലുണ്ട്. ടീമിലുണ്ട് ഇവര്. They are part of the team. പക്ഷേ എപ്പോഴും ഇവർ വിമർശന്മാരാ. I mean, always they are commentators. എപ്പോഴും വിമർശനമാണ്. They always comment. Now listen very carefully here. ശ്രദ്ധിച്ചു കേൾക്കുക. Listen, in your family this can happen. നിങ്ങളുടെ കുടുംബത്തിലും ഇത് സംഭവിക്കാം. Remember, everybody who comes with you, talks with you, not necessarily they are friends with you. ആമേൻ. നിങ്ങളോട് വന്ന് സംസാരിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ സുഹൃത്താകണമെന്നില്ല. Hello? Amen. Everybody who sends you everyday text may not be necessarily your എല്ലാ friends. ദിവസവും നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കുന്നവര് നിങ്ങളുടെ സുഹൃത്താവണമെന്നില്ല. Now listen very carefully what happens. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. There are family members who will, their family gathering, they all are so happy. ആമേൻ. കുടുംബങ്ങളുണ്ട്. അവർ കുടുംബത്തിന്റെ ആ കൂട്ടത്തിൽ അവർ വളരെ സന്തോഷമാണ്. So happy. വളരെ സന്തോഷത്തിലാണ്. അതങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് The moment you leave from there, റൈറ്റ് കാറിനെ കൊണ്ട് ഇരിക്കുമോ the moment they are sitting in the car, എന്തോ അടി അവൾ ഇട്ടോണ്ട് വന്നേ. look at what she just wore. അത് എന്തിനു സോക്കേടായിരുന്നേ. What was her issue? അല്ല അവനെ കണ്ടായിരുന്നു, അവന് എന്തോ അവന്. Look at him. Who does he think? അവിടെ ഇന്നപ്പോ ചിരിച്ചോണ്ടാ ഫോട്ടോ എടുത്ത. ഫോട്ടോ നോക്കിയേ, ഫാമിലി ഫോട്ടോ നോക്കിയേ. Look at the family photo. They smile together, have food together. Remember friends, മനസ്സിലാക്കണം. enemy doesn't come with punching hands. ആമേൻ. നമ്മളെ ഇടിക്കുവാനുള്ള ഖരമായിട്ടല്ല Comes ശത്രു with- വരുന്നത്. He's not saying come fight. ആമേൻ. വാ നമുക്ക് യുദ്ധം ചെയ്യുമെന്നല്ല He പറഞ്ഞത്. didn't say, come, let's wrestle. ആമേൻ. വാ നമുക്കൊന്ന് മൽപ്പിടുത്ത് നോക്കാമെന്നല്ല പറഞ്ഞത്. Come for the meeting. വാ നമുക്കൊരു യോഗം കൂടാം. Remember friends, now everybody who is listening me, who are in ministry, ആമേൻ. ശുശ്രൂഷയുള്ള സകലരും കേൾക്കട്ടെ. any kind of ministry, ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ, when God has assigned you something, ദൈവം നിങ്ങളെ ചിലത് ഏൽപ്പിച്ചിരിക്കുമ്പോൾ there will always be this kind of distraction. ഇപ്രകാരം നിങ്ങളെ അശ്രദ്ധരാക്കുന്ന കാര്യങ്ങൾ വരും. I want to let you know, when you commit yourself for purity, ആമേൻ. നിങ്ങളെ തന്നെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ there വേർതിരിക്കുമ്പോൾ will be always distraction. എപ്പോഴും നിങ്ങളെ അശ്രദ്ധരാക്കുന്ന വിഷയങ്ങൾ വരും. I didn't want to say this, but I have contemplated so many times whether I should use this example. ആമേൻ. ഈ ഒരു ഉദാഹരണം പറയണോ വേണ്ട എന്ന് ഒരുപാട് ചിന്തിച്ചു. But there is a fear inside my heart, and I want to just say that out. ആമേൻ. എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായതുകൊണ്ട് ഞാൻ ഇതൊന്ന് പറയട്ടെ. I have always seen that, when I see something or when I hear something, if I don't share, if I have shared, I've seen that happening, and if I don't share, if that happens, I feel like I'm guilty before God and people.
പരിശുദ്ധാത്മാവിനെ ഹേമിപ്പിച്ചിട്ട് ഞാനത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഞാൻ കണ്ടിട്ടുണ്ട്. പറയാതിരുന്നിട്ട് അത് സംഭവിച്ചാൽ അതിന്റെ കുറ്റബോധവും എനിക്കുണ്ട്. Listen this carefully, especially young people. ആമേൻ. യുവജനങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളിത് കേൾക്കണം. A new kind of distraction, fishing, whatever you want to say, has come. And it was already there, but now it's in force. And I'm sorry to say, 50% of Desis have fallen in this. ആമേൻ. ഇപ്പോഴത്തെ ഒരു പുതിയ തരത്തിലുള്ള ഒരു അശ്രദ്ധയുടെ ഒരു രീതിയാണ്. അതിൽ 50% ഇന്ത്യക്കാരും ഇതിൽ വീണുപോയിട്ടുണ്ട്. And if you say, no, this is not only people who come from India, they will fall. We are born and raised here. I am sorry. I have seen people who are born and raised here have fallen in this. ആമേൻ. ഇത് നാട്ടിൽ നിന്ന് വരുന്നവർ മാത്രമേ ഈ ഒരു ചതിയിൽ വീണു പോകുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന് ഞങ്ങൾ വീഴുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലും വീണു പോകും. Temptation comes through your phone. അത് ഈ പ്രലോഭനം മൊബൈലിൽ നിന്ന് വരും. You will see a beautiful girl calling you, hey, are you free today? ആമേൻ. ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ച് നിങ്ങളെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇന്ന് ഫ്രീ ആണോ? A beautiful girl picture will be there in your text. ആമേൻ. ആ ടെക്സ്റ്റിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ചിന്റെ മുഖമായിരിക്കും. And you will feel like, man, nobody talked to me today. Somebody have talked. ഇന്ന് ആരും എന്നോട് മിണ്ടിയില്ല. ഇന്ന് മിണ്ടിയ ഏക വ്യക്തി ഇതാണ്. Even though I said this, but I want to tell you very careful, I am sorry. Amen. I don't know if it's with my fear or what, but I want to let you know this. ആമേൻ. ഇതിന്റെ ഭയം കൊണ്ടാണോ എന്തോ എന്നറിയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ. When you see a text like this, ആമേൻ, അപ്രകാരം ഒരു ടെക്സ്റ്റ് നിങ്ങൾ കാണുമ്പോൾ, when you feel like, you know, man, nobody even talks to me in my school. എന്റെ സ്കൂളിൽ എന്നോട് ആരും തന്നെ മിണ്ടാറില്ല. Nobody even admire. ആമേൻ. എന്നെ ഒന്ന് നോക്കുപോലുമില്ല. See this beautiful, it can be a guy too, okay? ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ച് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുമായിരിക്കാം. The text comes. ആമേൻ. ആ മെസ്സേജ് വരും. You will start chatting. നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. Slowly your chatting will get intense. ആമേൻ. നിങ്ങളുടെ സംസാരങ്ങൾ അത് വേറൊരു ദിശയിലേക്ക് They പോകും. will start talking, you know, all kind of sexual things. ആമേൻ. പിന്നെ ലൈംഗികമായ വിഷയങ്ങൾ നിങ്ങൾ അതിൽ സംസാരിച്ചു തുടങ്ങും. All non-veg things. ആമേൻ. അത് വേണ്ടാത്ത കാര്യങ്ങൾ. Slowly they will show you some pictures. ആമേൻ. വേഗത്തിൽ ചില ചിത്രങ്ങൾ കാണിച്ചു തുടങ്ങും. You will start showing your pictures. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ ചിത്രവും അങ്ങോട്ട് തിരിച്ചു കാണിക്കും. And you will open up every secret before them. ആമേൻ. അവർ മുമ്പിൽ നിങ്ങളുടെ സകല സീക്രട്സും നിങ്ങൾ In പറയും. that chat they might tell you that they are 13 and 12. ആമേൻ. ആ ചാറ്റിൽ അവർ പറയും അവർ ചിലപ്പോൾ 13-12 Maybe വയസ്സാണ്. 14 or 15. ചിലപ്പോൾ 14-15 ആണെന്ന്. Remember that. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. If you go on, ആമേൻ. നിങ്ങൾ അത് തുടർന്നാൽ, do you know that your phone listens everything? ആമേൻ, നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ പറയുന്ന സകലതും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാമോ? You know that, right? നിങ്ങൾക്ക് അറിയാമല്ലോ. That's why the advertisements comes in right away. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന നിമിഷം തന്നെ അതിന് ചേർന്ന അഡ്വർടൈസ്മെന്റ് വരുന്നത്. When you get deep to this, ആമേൻ. നിങ്ങൾ ഇതിൽ ആഴമായി ചെയ്യുമ്പോൾ, remember they are recording everything that you are doing. നിങ്ങൾ ചെയ്യുന്ന സകലതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Many a times these were police officers. ആമേൻ. പല സമയത്തും ഇത് പോലീസ് ഓഫീസേഴ്സ് ആണ്. Many times these were people who would like to blackmail you. ആമേൻ. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാൻ ആഗ്രഹമുള്ളവരാണ് ഇതൊക്കെ. One sort of distraction. ആമേൻ. ഇത് ഒരു തരത്തിലുള്ള I know it's very hard for parents to say this to kids. ആമേൻ. ഇത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. I want to tell you from this pulpit, ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ കർത്തൃദാസൻ എന്നാൽ ഞാൻ do പറയാം. not fall in any trap. ആമേൻ. ഇപ്രകാരമുള്ള ചതിക്കുഴിയിൽ നിങ്ങൾ വീണു Hello, പോകരുത്. phone is good, ആമേൻ. മൊബൈൽ ഫോൺ നല്ലതാണ്. but do not fall in any trap. പക്ഷേ ഇപ്രകാരമുള്ള ചതിക്കുഴിയിൽ നിങ്ങൾ വീണു പോകരുത്. Not just youths. ആമേൻ. യുവജനങ്ങൾ മാത്രമല്ല. I have seen a Desi who has been, you know, deported from US, and he was 73. ആമേൻ. 73 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരൻ ഡിപ്പോർട്ട് ചെയ്തത് ഞാൻ കാണുവാനിടയായി. Based on this. ആമേൻ. ഈ ഒരു വിഷയത്തിൽ. So age doesn't matter. ആമേൻ. അതിൽ പ്രായം ഒരു അതുകൊണ്ട് വിഷയമല്ല. ഇവിടെ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട. ആമേൻ. So you don't have to sit so seriously. Distraction can come. ആമേൻ. ഇപ്രകാരമുള്ള That's അശ്രദ്ധകൾ one വരും. kind of distraction. ഇത് ഒരു തരത്തിലുള്ള അശ്രദ്ധയാണ്. Second, in church when you do something, ആമേൻ. സഭയ്ക്കകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, you know, there will be people who don't do anything. ആമേൻ, ഇവിടെ ഒന്നും ചെയ്യാത്ത കൂട്ടം കാണും. They might come to you. അവർ വന്നു വരും. Hey, can we meet? ആമേൻ. നമുക്കൊന്ന് കൂടാമോ? They will give you a good kappa biryani ആമേൻ. നല്ലൊരു കപ്പ ബിരിയാണി തരും. and will say all the negative things about the church. ആമേൻ. സഭയുടെ സകല മോശപ്പെട്ട കാര്യവും നിങ്ങളോട് പറയും. Distraction. അത് മറ്റൊരു അശ്രദ്ധയാണ്. Remember that
his experience may not be your experience. ആമേൻ. ആ വ്യക്തിയുടെ അനുഭവമല്ലായിരിക്കും നിങ്ങളുടെ അനുഭവം. Do not get distracted with anything. ആമേൻ. ഇങ്ങനെ ഒരു വസ്തുവിലും നിങ്ങൾ അശ്രദ്ധരായി You are പോകരുത്. newly married നിങ്ങൾ പുതുതായി വിവാഹം കഴിച്ചു, and you are like enjoying your life. നിങ്ങളുടെ ആ ജീവിതം നിങ്ങൾ And ആസ്വദിക്കുകയാണ്. then you will see a veteran come in. ആമേൻ. ആ സമയത്താണ് വിവാഹ ജീവിതത്തിൽ ഒരുപാട് നാളായ ഒരു വ്യക്തി. ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് പറയും. മോനെ ആമേൻ. Son, പുതിയതല്ലേ, you're new. ഞങ്ങൾക്ക് 19 വയസ്സായി. We have 40-50 years. They will put all the negative things to you. ആമേൻ. ഒരുപാട് നെഗറ്റീവ് Their കാര്യങ്ങൾ പറയും. experience don't have to be your ആമേൻ. experience. അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ അനുഭവമാവണമെന്നില്ല. I want you to say, fight against the distraction of ആമേൻ. enemy. ഇപ്രകാരം വരുന്ന അശ്രദ്ധകളെതിരായി യുദ്ധം ചെയ്യുക. No matter what happened to whom, ആർക്ക് എന്ത് സംഭവിച്ചോട്ടെ, no matter what happens to whom, ആമേൻ, ആർക്ക് എന്ത് but there സംഭവിച്ചോട്ടെ, is a call upon you. പക്ഷെ നിങ്ങളുടെ മീതെ ഒരു വിളിയുണ്ട്. Your call will come like an opportunity. ആമേൻ. ഒരു അവസരമായിട്ടായിരിക്കും. No, distraction will come as an ഈ opportunity. അശ്രദ്ധ വരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിട്ടായിരിക്കും. Oh, what are you doing? എന്താണ് ചെയ്യുന്നത്? I'm just building my wall here. അപ്പൊ ഞാൻ ഇവിടെ എന്റെ മതിൽ And പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. you're building a wall here. ഇവിടെ ഒരു മതിൽ പണിയാണോ? I will take you. ഞാൻ കാണിക്കാം. You will start building a temple. ആമേൻ. നിങ്ങൾ ആലയം പണിയണ്ടേ? Really? ആണോ? From wall to temple. ആമേൻ. മതിൽ പണിയുന്ന ആലയം പണിയുന്നു. God will never ആമേൻ. allow you to build something without finishing the one that you has given you. ആമേൻ. ദൈവം നമ്മളെ വിളിച്ച വിളി പൂർത്തീകരിക്കാതെ വേറൊരു വിളി പണിയുവാൻ വേണ്ടി ദൈവം ഒരിക്കലും വിളിക്കില്ല. I have not seen that God in Bible. ആമേൻ. അപ്രകാരം ഒരു ദൈവത്തെ ഞാൻ ഈ വചനത്തിൽ God has കണ്ടിട്ടില്ല. assigned you something. ദൈവം ചിലതൊക്കെ നമ്മളെ God has ഏൽപ്പിച്ചിട്ടുണ്ട്. given you a family. ഒരു കുടുംബം തന്നിട്ടുണ്ട്. God has given you kids. ഒരു കുഞ്ഞുങ്ങളെ God has given തന്നിട്ടുണ്ട്. you a church. സഭയെ തന്നിട്ടുണ്ട്. When you start building, നിങ്ങൾ പണിതു തുടങ്ങുമ്പോൾ God will not allow you to build anything else until and unless you finalize what God has assigned you. വിളിച്ച വിളിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാതെ വേറൊരെണ്ണം ആരംഭിക്കുവാൻ ദൈവം ഒരിക്കലും വിളിക്കാറില്ല. Hello? ആമേൻ. Can I get come on, I know it's very difficult. It's very difficult. Distractions. ആമേൻ. ഇപ്രകാരമുള്ള അശ്രദ്ധകളാണ് വരുന്നത്. And Nehemiah knows നെഹെമ്യായ്ക്ക് നന്നായി അറിയാം. I'm carrying a great project. ആമേൻ. വലിയൊരു ദൗത്യമാണ് എൻ്റെ ഉള്ളിലുള്ളത്. He knows that if Sanballat is calling him ആമേൻ. എന്നെ സൻബല്ലത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ to the other town, ആമേൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് when I leave, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ the work will stop. ആമേൻ ഇവിടുത്തെ പണി നിൽക്കുവാനിടയാകും. When the work will stop, ഇവിടുത്തെ പണി നിന്നാൽ enemy will win. ശത്രു ജയിക്കും. And when enemy will ശത്രു win, ജയിച്ചാൽ people may question me. ജനം എന്നോടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. It's questioning my integrity. ഇത് എന്റെ ഇന്റഗ്രിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. Let me tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Please do not pick every war. ആമേൻ. എല്ലാ യുദ്ധവും നിങ്ങൾ കയ്യിലെടുക്കരുത്. Don't pick every fight. എല്ലാ വഴക്കും നിങ്ങൾ ഏറ്റെടുക്കരുത്. I always say this to my mind when I come to church. ഞാൻ സഭയിൽ വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു ഇതാണ്. Oh man, every Sunday I remind myself. ആമേൻ. എല്ലാ ഞായറാഴ്ച ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തും. I know I'm going to church. ഞാൻ സഭയിൽ പോവാന്ന് ഞാൻ എനിക്കറിയാം. ഇഷ്ടമില്ലാത്ത ഒരു സംഗതി ഒരുത്തൻ വന്ന് പറയും. ആമേൻ. There will be people who will come and tell me things that I don't like. ഏതെങ്കിലും ഒരുത്തി വന്ന് പറയും. Or a sister will come and say, ഞാൻ നല്ല രാത്രി മൊത്തം പണിഞ്ഞു വന്ന പ്രസംഗം ആ ഒറ്റ വാക്ക് മതി തകരാൻ. amen, the message that I prepared whole night, that one word will be enough. ഒരു കുഞ്ഞോടും സംസാരിക്കാൻ പോകില്ല. Amen. I will not go to talk to anybody. എത്ര പ്രാവശ്യം ഞാൻ നെഗറ്റീവ് ശബ്ദങ്ങൾ കേൾക്കും. Amen. There will be many negative voices that I will hear. നാളെ അകത്ത് കയറുമ്പോൾ തന്നെ പറയും, ഇതാണോ ഇന്ന്? When I enter itself, they will look and say, oh, this is what it is. Have you ever seen that? Amen. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? You get ready for worship. നിങ്ങൾ ആരാധിക്കാൻ Guys, have തയ്യാറെടുക്കും. you seen that? You get ready for worship. നിങ്ങൾ ആരാധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ, Right after when you leave your house, നിങ്ങൾ വീട്ടിൽ നിന്ന് വിടുമ്പോൾ തന്നെ, അന്ന് വരെ സംസാരിക്കാത്ത ഒരുത്തൻ വന്ന് സംസാരിക്കും. I mean, the person who have not talked to you till then will come. അന്ന് വരെ and talk. സംസാരിക്കാത്ത ഒരുത്തി വന്ന് സംസാരിക്കും. I mean, the person that has never talked to you. എന്തുവാണ് ഈ കൊച്ചെ നിന്നെ കണ്ടിട്ട് ഒരു വല്ലാത്ത സംഭവമാണല്ലോ. You look so different. ഈ കൊച്ചു ഇവിടെ പാടാൻ നിൽക്കുവോ? I mean, that child is here to sing. തീർന്നില്ലയോ? Finished. Everybody goes through that. Amen. എല്ലാവരും ഇതിൽ കൂടി കടന്നു പോകും. I say to myself 100 times, even when I'm in car, Papa, Mummy, Bini, we all talk, but you know, I know that they know very well. They will not say anything negative what will affect my ministry in here. ഞാൻ വാഹനത്തിൽ കയറി ഇവിടെ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കളും എൻ്റെ വൈഫും ഉണ്ട്. പക്ഷെ അവർക്ക് നന്നായി അറിയാം ഇവിടെ ശുശ്രൂഷ നടക്കണമെങ്കിൽ ഒരു നെഗറ്റീവും പറയരുത്. I always see when I get down whom I'm giving hand. അമ്മ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർക്കാ ഞാൻ കരം കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കും. പരിപാടിയില്ല അവിടെ നിൽക്കുന്നത്. I don't stand there to ask anything more. ബ്രദറെ എവരിതിങ് ഓക്കേ അല്ലേ? ബാക്കി പരിപാടിയൊക്കെ പിന്നെ ഉള്ളൂ. Amen. Rest of the details. You know is why? later. I will tell you why.
കാരണം ഞാൻ One പറയാം. word is enough to distract today's ministry. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയെ വ്യതിചലിക്കുവാൻ ഒരു വാക്ക് മതി. Enemy is not coming and hitting me. ആമേൻ. എന്റെ നേർക്ക് നേരെ വന്നിടിക്കുകയല്ല. കാരണം എന്താ പറയാ, ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ then message will completely be loaded on that. ആമേൻ. If one person say one word, then the whole message will be diverted. Pastors, do you agree with me? Amen. I want to tell you, say no to distractions. ആമേൻ. ഈ അശ്രദ്ധകളോട് നോ പറയുക. Hebrew 12:1 says, ഹെബ്രായ ലേഖനം അതിന്റെ 12:1 says, 12:1 ഇപ്രകാരം let വായിക്കുന്നു. us throw off everything that hinders. Let us throw off everything that hinders. ആമേൻ. So, you have to say that in Malay because there is no there. മുറുകെ പറ്റുന്ന പാപവും Yes, and sin that so easily entangles. And let us run with perseverance the race marked out for us. We need to focus on what God has asked us. ആമേൻ. എന്താണ് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ദൃശ്യം വെച്ച് How പോകുക. can I do this? എങ്ങനെ എനിക്ക് ചെയ്യുവാൻ കഴിയും? 3 applications. 3 കാര്യങ്ങൾ. If you don't want to get distracted, write it down. അശ്രദ്ധ വരാതിരിക്കണമെങ്കിൽ എഴുതി വെക്കുക. 3 things. 3 കാര്യങ്ങൾ. Number 1, ഒന്നാമതായി guard your time. നിങ്ങളുടെ സമയത്തെ സൂക്ഷിക്കുക. Your time is very precious. നിങ്ങളുടെ സമയം വളരെ You പ്രാധാന്യമാണ്. need to build. നിങ്ങൾ പണിതുകൊണ്ടിരിക്കണം. ചുമ്മാതെ കഥ പറയാൻ സമയമില്ല. There's no time for storytelling. ആ കഥ പറഞ്ഞ് കളയാൻ സമയമില്ല. You don't have time for storytelling. ഹലോ ചുമ്മാതെ കുത്തിയിരുന്ന് പറയാൻ സമയമില്ല. I mean, you don't have time for God. Christ is coming soon. കർത്താവ് വേഗം വരുന്നു. The building has to be done. അത് പണിതീർക്കേണ്ടതാണ്. Church has to be done. സഭ പണിതീർക്കേണ്ടതാണ്. People are to be saved. ജനങ്ങൾ രക്ഷിക്കപ്പെടണം. Many evangelism has to happen. ആമേൻ. ഒരുപാട് Mission has to be accomplished. ഒരുപാട് മിഷൻ സംഭവിക്കണം. ചുമ്മാതെ കഥ പറയാൻ സമയമില്ല. There's no more time for stories. Guard your time. ആമേൻ. നിങ്ങളുടെ സമയത്തെ I have സൂക്ഷിക്കുക. verses also. You can write the verses later. ആമേൻ. നിങ്ങൾക്ക് ഇത് പിന്നീട് എഴുതി Second, വെക്കാം. guard your mind. നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കുക. Enemy is trying to distract you. ആമേൻ. നിങ്ങളുടെ അശ്രദ്ധ Say to your mind, നിങ്ങളുടെ മനസ്സിനോട് I പറയുക. cannot pick this war. എനിക്ക് ഈ യുദ്ധം ഏറ്റെടുക്കാൻ I കഴിയില്ല. cannot pick this war. ഈ യുദ്ധം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. രാവിലെ ആയിരിക്കും ഒരുത്തൻ വന്ന് വഴക്കിന് വരുന്നത്. I mean, it will be early morning when someone അവൻ will come to എന്തും fight. പറഞ്ഞോട്ടെ. Let him say whatever you ആ want. സമയം ആ വാർ പിക്ക് ചെയ്യല്ലേ. I mean, but at that time, don't pick that war. It is not worth picking every fight. എല്ലാ വഴക്കും ഏറ്റെടുക്കുന്നത് നല്ലതല്ല. നമ്മളെ പോക്കിയാനൊക്കെ പലരും പറയും കേട്ടോ. I mean, there will be people to prick us, saying things to prick us. ഫോണിൽ കൂടി പോക്കിയാൻ അറിയാം ആൾക്കാർ എക്സ്പേർട്സാ. I mean, they will prick you through the phone. അവർക്കറിയാം. They will know how to poke. I mean, നന്നായി എവിടെ കുത്തണമെന്നറിയാം. ആ വ്രണത്തെ ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ വിരലിട്ട് ഇളക്കി മറിക്കാൻ ആൾക്കറിയാം. They know exactly where to poke in the exact wound. Guard your mind. Guard your mind. അവിടെ മനസ്സിനെ And സൂക്ഷിക്കുക. third, guard your mission. ആമേൻ. നമ്മുടെ ദൗത്യത്തെ സൂക്ഷിക്കുക. Now going to the second important point, what to do. ആമേൻ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകണം. എന്താണ് നാം ചെയ്യേണ്ടത്? So in ministry, number 1, say no to distraction. ആമേൻ. നമ്മുടെ അശ്രദ്ധകളോട് നമ്മൾ വേണ്ടെന്ന് പറയുക. Number 2, point 2 is refuse compromise in secret. ആമേൻ. സീക്രട്ടിലുള്ള കോംപ്രമൈസ് എല്ലാം മാറ്റിവെക്കുക. Now listen what happened. എന്താണ് നടന്നതെന്ന് ശ്രദ്ധിക്കുക. Nehemiah chapter 6 verse 10 and 11. ആമേൻ. ഈ 6-ാം അധ്യായം 10-11 In വാക്യങ്ങൾ. here, Nehemiah was invited by a man named Shemaiah to secret. Now he said, Nehemiah, I want to tell you something. Come. ഈ കോണി പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? People who take you to a corner. പബ്ലിക്കിൽ ഒന്നും പറയാറില്ല. They don't know how to say anything in public. ഇങ്ങനെ കോണിലോട്ട് കൊണ്ടു. They take you to a corner. ഒരു ചെവി പറഞ്ഞാൽ മതി. നെഹമായ, ഞാനൊരു കാര്യം അറിഞ്ഞു, പ്രാർത്ഥിക്കുക കേട്ടോ, ആരോടും പറയണ്ട, പക്ഷേ ഞാനിങ്ങനെ അറിഞ്ഞു റൂമർ നടക്കുന്നുണ്ട് കേട്ടോ. Nehemiah, you should pray. This is something I heard. You need to pray. There is a rumor that is going on. നെഹമയെ കുറിച്ച് റൂമർ ഉണ്ട് കേട്ടോ. There is a rumor about you. നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ നിങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഞങ്ങൾ അറിയുന്നുണ്ട്. I mean, you might not know, but I know everything that is being talked about you. നിന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ റെഡിയായി നിൽക്കും. There are people ready to kill you. നിന്നെ കൊല്ലും അവര്. I mean, they will kill you. നീ ഒരു കാര്യം ചെയ്യ. You need to do one thing. ഓടിച്ചെന്ന് Run ആ ചർച്ചിനകത്തൊന്ന് കയറ. and go inside the church. That is exactly it is written. Go into the temple. Amen. അതുപോലെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുക. Go inside the temple. ആ ദേവാലയത്തിന് അകത്തേക്ക് And ചെല്ലുക. hide yourself. അവിടെ തന്നെ മറഞ്ഞിരിക്കുക. Because enemy will not attack you there. Amen. അവിടെ ശത്രു വരത്തില്ലല്ലോ. Now listen. Is ശ്രദ്ധിക്കുക. there anything bad in that? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായ ഒരു കാര്യമുണ്ടോ? He didn't say go to other city. Amen. വേറെ പട്ടണത്തിൽ പോകണമെന്ന് പറഞ്ഞില്ല. കാരണം plan number 1 fail ആയി. Amen. Plan 1 is failed. Plan 2. This is plan 2. ഇനി അങ്ങോട്ട് പോകണം. Amen. Now where do you go? ചർച്ചിൽ പോ. Go to temple. Go inside. Amen. അതിനകത്തേക്ക് പോകുക. Nobody will come there. അവിടെ ആരും വരികയില്ല. See, it looks very spiritual. അത് വളരെ ആത്മീയമായി തോന്നും. Church, I want you to understand. സഭ മനസ്സിലാക്കണം. Everyone who comes and talk
to you in a spiritual wording are not the spirituals. ആമേൻ. ആത്മീകമായി വന്ന് സംസാരിക്കുന്ന എല്ലാവരും ആത്മീകരല്ല. They can bring the spiritual wordings. ആമേൻ. അവർക്ക് ആത്മീക വാക്കുകൾ ഉപയോഗിക്കാം. What happened? ആമേൻ. എന്താ സംഭവിച്ചേ? See, Nehemiah was full of spirit. ആമേൻ. നെഹമ്യാവിനുള്ളിൽ ആത്മാവുണ്ടായിരുന്നു. He discerned right away. അവൻ എന്താ ശരി എന്ന് തിരിച്ചറിയുവാനിടയായി. What was the discerning tactic here? ആമേൻ. ഇവിടെ എന്താണ് തിരിച്ചറിവ്? Nehemiah knows I cannot go inside. ആമേൻ. എനിക്കകത്ത് പോകുവാൻ കഴിയുകയില്ല എന്ന് നെഹമ്യാവ് Because മനസ്സിലായി. Nehemiah knows only priests go inside the temple. ആമേൻ. ദൈവാലയത്തിനകത്തേക്ക് പുരോഹിതൻ മാത്രമേ കടക്കുകയുള്ളൂ. During that time, ആ സമയത്ത് only priests will go. പുരോഹിതൻ മാത്രമേ And that too കടക്കുകയുള്ളൂ. only one time in a whole year. ആമേൻ. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. And Nehemiah, no, I cannot do. എനിക്കറിയാം, എനിക്ക് ചെയ്യാൻ കഴിയില്ല. വാള് പണിയുന്നതും കൊണ്ട് എല്ലാം അങ്ങ് പണിയാം എന്നുള്ള ചിന്ത മാറ്റണം. Amen. You need to take away the thought process that just because you're building a wall, you can build anything. അറ്റവും മുറിയും നമ്മൾ ചെയ്യുന്നതും കൊണ്ട് ഇനി എന്ത് ചെയ്താലും നടക്കും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ വ്യാമോഹം ദൈവസന്നിധിയിൽ മാറ്റിവെക്കണം. Amen. If since you're building some corner or part of a wall, doesn't mean that you can build everything. Remember for what God has called. ദൈവം എന്തിനു വേണ്ടിയാ നമ്മളെ വിളിച്ചതെന്ന് Nehemiah can say, നെഹമ്യാവിന് പറയാൻ hey, കഴിയും, I am the leader. ഞാനാണ് ഇവിടുത്തെ നേതാവ്. Now I am the one. ഞാനാണ് ഇവിടുത്തെ മെയിൻ. I am the one lead. ഞാനാണ് ഇവിടെ ലീഡ് I ചെയ്യുന്നത്. can do anything. എനിക്ക് എന്തും ചെയ്യാം. I can go inside. എനിക്ക് അകത്ത് പോവാം. But Nehemiah was full of spirit. ആത്മാവ് നിറഞ്ഞ നെഹമ്യാവ്. ആത്മനിറവിലുള്ളവൻ വിവേചിക്കണം. Amen. The one with the filled with the spirit. നമ്മളെ എന്തിനു വേണ്ടിയാ വിളിച്ചത്, ആ വിളിക്ക് തക്കവണ്ണം ഫലം കായ്ക്കുക. Amen. Why, for what God has called us and to bear the fruit according to the calling. I want to call to somebody in here. Amen. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചോട്ടെ. Hallelujah. Amen. What we would have done. നമ്മൾ എന്ത് ചെയ്തിരിക്കും? What we would have done. നാം എന്തായിരിക്കും Oh, ചെയ്യുന്നത്? is that a rumor? ഓ, ഇതിങ്ങനെ കേട്ടോ? I should go and run. ഞാൻ ഇനി ഓടിപ്പോണോ? He would be fearful. അമേൻ. ഇപ്പൊ ഭയപ്പെട്ടിരിക്കും. He would be scared. അമേൻ. ഭയപ്പെട്ടിരിക്കും. But one who has the spirit of അമേൻ. God. ഒരു ദൈവത്തിന്റെ ആത്മാവുള്ളവൻ. That spirit is not a spirit of fear. അത് ഒരു ഭീരത്വത്തിന്റെ ആത്മാവല്ല. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയാം. Amen. The spirit, let me tell you പിശാച് this. ഏത് ഭീഷണി No ഉയർത്തിയാലും, matter how much ever the നിന്നെ devil തകർക്കാൻ challenges, വേണ്ടി ലോകജാതി മൊത്തം ഒരുമിച്ച് no കൂടിയാലും, matter the entire world comes against you. നിർത്തിയവൻ നിന്നെ നിർത്തുവാൻ അറിയാം. Amen. The one who has വിളിച്ചവൻ the one വിശ്വസ്തനത്രേ. who has called you is faithful. നിന്നെ പണി ഏൽപ്പിച്ചവൻ അറിയാം എങ്ങനെ പണി The one തീർക്കണം. who has given you the work knows how to fulfill it. നിനക്കൊരു കാര്യം ദൈവം നൽകി തന്നിട്ടുണ്ടെങ്കിൽ, If God has given you something, സൻബലത്തല്ല തോബിയല്ല ഇവന്മാർ കൂട്ടത്തിൽ വന്ന പോലും അതിനൊരനക്കവും വരത്തില്ലെന്ന് ആത്മനിറവിൽ ചിലർ ആത്മാവിൽ തൂതു പറയുന്നേ. Amen. In the spirit, let me tell you, no matter Sanballat or Tobiah, or if they've all come together, well, God will establish Nehemiah you. said in chapter 6 and verse 12, Amen. 6:12 നെഹമ്യാവ് I പറയുന്നു. know God has not sent him. Amen. എനിക്കറിയാം ദൈവമല്ല ഈ വ്യക്തി അയച്ചത്. How did Nehemiah know? എങ്ങനെ ദൈവത്തിന് നെഹമ്യാവിന് മനസ്സിലായി? God will never contradict his word. ആമേൻ. ദൈവത്തിന് വചനത്തിന് വിരുദ്ധമായി ദൈവം Word പറയില്ല. says nobody should go inside. വചനം പറയുന്നു ആരും പ്രവേശിക്കരുതെന്ന്. Only priest should go. പുരോഹിതൻ മാത്രമേ And പോകാവൂ. a friend and comes and tell me, oh no, it is like immediate. No, this is something very serious. This is a time of challenge. You should use this. ആമേൻ. അപ്പോഴാണ് വന്ന് പറയുന്നത് ഇത് വളരെ അർജന്റുള്ള സമയമാണ്, നിങ്ങൾ അകത്ത് കയറി പോകണമെന്ന് പറഞ്ഞാൽ അല്ല. He knows the word. നെഹമ്യാവിന് വചനം അറിയാം. ഇന്ന് ദൈവാത്മാ ചിലർ ഉണർത്തുന്നുണ്ടോ? ആമേൻ. This morning the Holy Spirit എല്ലാ is വാക്കും uncovering. വിശ്വസിക്കല്ലേ? You shouldn't listen to every എല്ലാ word. വാക്കും വിശ്വസിക്കല്ലേ? Trust every word. എല്ലാവരും വന്ന് ആലിംഗനം ചെയ്യുന്ന എല്ലാം സ്നേഹ ചുംബനമാകണമെന്നില്ല. Amen. Every embrace that you receive doesn't mean it is പിശാചിന്റെ love. തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല. Do not be unaware of the scheme of the നിങ്ങൾ devil. അറിയാത്തവരല്ല. Amen. Do not be ഒരു unaware. ദൈവത്തെ സ്തുതിക്കാൻ Can പറ്റുമോ? we just praise God? ദൈവാത്മാ സംസാരിക്കുന്നുണ്ടോ? Is the Holy Spirit speaking? ദൈവാത്മാ Is സംസാരിക്കുന്നുണ്ടോ? the Holy Spirit speaking? ദൈവാത്മാവിൽ ഞാൻ വിളിച്ചൊരു കാര്യം കൂടി പറയാം. In the Spirit, let me tell this. When you say no to distraction, Amen. ഈ ഒരു ഡിസ്ട്രാക്ഷനോട് നോ പറയുമ്പോൾ, say no to compromise. കോംപ്രമൈസിനോട് നോ പറയാം. No compromise. Amen. No compromise. Can I get some good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Hallelujah. Hallelujah. Remember that when you do compromise, ആമേൻ. നിങ്ങൾ കോംപ്രമൈസ് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, when you do compromise in secret, ആമേൻ, നിങ്ങൾ that corner. രഹസ്യത്തിലിരുന്ന് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, Hello? Any compromise that you do in secret ആമേൻ, രഹസ്യത്തിലിരുന്ന് ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ will be a public consequence later. ആമേൻ, പിന്നീട് അത് പൊതുവിലുള്ള ഒരു കോൺസിക്വൻസ് ഉണ്ട്. Church, we have seen this over and over. ആമേൻ. ഇത് നമ്മൾ വീണ്ടും വീണ്ടും നാം കണ്ടിട്ടുള്ളതാണ്.
Nothing is hidden before the Lord. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ലല്ലോ. Hallelujah. ഹല്ലേലൂയ. 1 Timothy 1:7 says, 1 തിമോഥെയോസ് 1:7 for God has not given us the spirit of fear. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. Amen. ആമേൻ. How can I stay confident in the Lord? ആമേൻ. ദൈവത്തിൽ എങ്ങനെ എനിക്ക് ഉറപ്പുള്ളവനാകാം? Number 1, ഒന്നാമതായി stay sensitive to Holy Spirit's voice, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനോട് നാം അനുസരണമുള്ളവരായിരിക്കും. so that you will know the voice of Holy Spirit and the voice of enemy. ആമേൻ. ശത്രുവിന്റെ ശബ്ദവും പരിശുദ്ധാത്മാവിന്റെ ശബ്ദവും തിരിച്ചറിയുവാൻ അപ്പോൾ കഴിയും. Second, walk in integrity all the time. ആമേൻ. നാം നിർമ്മലതയോടെ നാം ആണെങ്കിൽ നമ്മുടെ ജീവിതം നയിക്കുക. Hello? ആമേൻ. Have integrity. നിർമ്മലരായിരിക്കും. Third, മൂന്നാമത്, reject every fear-based decisions. ആമേൻ. നാം ഭയപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മാറ്റിവെക്കുക. You get that? മനസ്സിലാകുന്നുണ്ടോ? Fear of finance, ആമേൻ. നമ്മുടെ സാമ്പത്തികത്തിന്റെ ഒരു ഭയം, fear of falling, നമ്മൾ വീഴുമെന്നുള്ള ഒരു ഭയം, fear of death, മരണത്തിന്റെ ഭയം, any fear. ഏത് ഭയമായിക്കൊള്ളട്ടെ, Do not take a decision based on fear. ആമേൻ. ഒരു തീരുമാനവും ഭയത്തിന്റെ മീതെ എടുക്കരുത്. നമ്മുടെ ദൈവം ജയാളിയാ. Our God is a victorious അവൻ നമുക്ക് God. ജയം നൽകി തരുവാൻ He will ശക്തനാ. surely give us ഇത് victory. ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പറയുവാ. To the families, let me കുടുംബത്തെ tell you, കർത്താവ് പണിയാൻ പോകുക. God will build your family. God is going to fight for you. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം And ചെയ്യും. the third and the last thing with this, the square will come forward. ആമേൻ. മൂന്നാമത്തെ വസ്തുത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. And that is, let your life speak louder than words. നിങ്ങളുടെ ജീവിതം വാക്കുകളെക്കാളും നന്നായി സംസാരിക്കട്ടെ. See what Nehemiah said. എന്താണ് നെഹമ്യാവ് Come on, പറയുന്നത്? let's read. So the wall was, Completed. come on, the wall was Completed. in, come on, let's read, in 52 days. When all our enemies heard about this, all the surrounding nations were afraid and lost their self-confidence because they realized that this work has been done with the help of God. Now, Amen. connecting second point and third point. ആമേൻ. രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാൽ, When you compromise, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, think about, you will run into the temple. നിങ്ങൾ ദേവാലയത്തിനകത്തേക്ക് ഓടിച്ചെല്ലും. What will happen? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? People will not trust you anymore. പിന്നെ ജനം ഒരിക്കലും നിങ്ങളെ People വിശ്വസിക്കില്ല. will not see you as a leader. പിന്നെ നിങ്ങളെ ഒരു നേതാവായി ആരും കാണുകയില്ല. People will question your integrity and the relationship with God. ദൈവവുമായിട്ടുള്ള ബന്ധവും നിങ്ങളുടെ നിർമ്മലതയും ജനം ചോദ്യം But ചെയ്യുവാനിടയാകും. what Nehemiah did, പക്ഷെ എന്താണ് നെഹമ്യാവ് ചെയ്തത്? instead of falling into fear, ആമേൻ. ഭയത്തിൽ വീണു പോകാതെ, instead of falling into trap, ആമേൻ, മറ്റേ കെണിയിൽ വീണു what പോകാതെ Nehemiah did, എന്താണ് നെഹമ്യാവ് ചെയ്തത്? no distraction. ആമേൻ. ഒരു ഡിസ്ട്രാക്ഷനും I'm building. ഞാൻ No പണിതുകൊണ്ടിരിക്കുകയാണ്. compromise. ഒരു വിട്ടുവീഴ്ചയും I'm ചെയ്യുന്നില്ല. hooking my door. ഞാൻ എന്റെ വാതിലുകൾ And what പണിയുന്നു. happened? എന്താണ് സംഭവിച്ചത്? There were rumors. ആമേൻ. ഒരുപാട് റൂമേഴ്സ് Many ഉണ്ടായിരുന്നു. people spoke behind Nehemiah. നെഹമ്യാവിന്റെ പിന്നിൽ നിന്ന് ഒരുപാട് പേര് പുറകിൽ സംസാരിച്ചു. നിന്ന് ഇങ്ങനെ സംസാരിക്കുക. ആമേൻ. They are speaking behind him. അവർ അവിടെ ഇവിടെ പോയി ഒത്തിരി കാര്യം നെഹമ്യയെ കുറിച്ച് പറഞ്ഞു. They are speaking ill about Nehemiah here and നെഹമ്യ there. ഇതിന് മറുപടി ഒന്നും But പറഞ്ഞില്ല. Nehemiah didn't give an answer. ചിലതൊക്കെ മറുപടി പറയാതിരിക്കുന്നതാണ്. Amen. It's better you don't give an answer to എല്ലാത്തിനും all. മറുപടി കൊടുക്കല്ലേ ദൈവമക്കളെ. Amen. Dear children of God, don't give an എല്ലാത്തിനും answer. മറുപടി കൊടുക്കല്ലേ. There's no need of giving ചില answer. മറുപടികൾ എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? Do you know how some answers നിന്നെ are? കുറിച്ച് കുറ്റം വിധിക്കുമ്പോൾ, Amen. When they നിന്നെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, when they say things about you, നിന്റെ മക്കളെ കുറിച്ച് കാര്യങ്ങൾ when they പറയുമ്പോൾ, speak ill about your നിന്റെ children, പുറകെ ഒത്തിരി കാര്യങ്ങൾ when പറയുമ്പോൾ, they speak behind നീ you, പണി തുടർന്നോണ്ടിരുന്നാൽ if you continue to do your ഒരു work, ദിവസം വരും, there will come a day. ഒരു ദിവസം വരും, There will come a day. ആൾക്കാർ നിന്റെ പണി കണ്ട് മൗനം പാലിക്കും. Oh, they will see your work completed and they will keep silent. ജനം അവരോട് തിരിച്ചു ചോദിക്കും. And the people will ask a question back to ജനം them. അവരോട് തിരിച്ചു The ചോദിക്കും. people will ask a question നീ to വലിയ them. കാര്യങ്ങൾ You പറഞ്ഞല്ലോ, said a lot of നീ things. വലിയ കാര്യങ്ങൾ You പറഞ്ഞല്ലോ, said a lot of things. ദേ അവൻ പണി പണിഞ്ഞു. Oh, look, he has finished his work. I want to let you know, ഒരു കാര്യം വിളിച്ചു your പറയട്ടെ. life speaks louder than any words. അവൻ ഏത് വാക്കുകളെക്കാട്ടിലും നിങ്ങളുടെ ജീവിതം Can I get ഉച്ചത്തിൽ some good amen? സംസാരിക്കും. Good amen. നല്ല രാമൻ കേൾക്കാമോ? Hallelujah. Hallelujah. Don't respond to any negative അവൻ things. ഒരു നെഗറ്റീവ് കേട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പോകണ്ട. Do not respond to any negative ഒരു things. നെഗറ്റീവിനും റെസ്പോണ്ട് ചെയ്യണ്ട. Can you say sometime today, അവൻ ഇന്ന് ചിലപ്പോൾ നിമിഷമെടുത്ത് not worth picking up? അവൻ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. Every negative has to go. എല്ലാ നെഗറ്റീവും മാറിപ്പോട്ടെ. Stay positive. അവൻ പോസിറ്റീവായിട്ട് God ഇരിക്കുക. has given you a work. ദൈവം ഒരു Nobody should distract you from അതിൽ there. നിന്ന് വ്യതിചലിപ്പിക്കാൻ ആർക്കും Do കഴിയില്ല. not compromise to that. ഒന്നിനും വിട്ടുവീഴ്ച Your ചെയ്യരുത്. life is important. നിങ്ങളുടെ ജീവിതമാണ് Your പ്രാധാന്യം. calling is important. നിങ്ങളുടെ വിളിയാണ് You will പ്രാധാന്യം. say together, നിങ്ങൾ ഒരുമിച്ച് പറയും, let us arise നമുക്ക് ഒരുമിച്ച് and let എഴുന്നേറ്റ് us build